തിരുവനന്തപുരം മാറനല്ലൂരിലെ 58-കാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണം. ഇന്നലെയാണ് മാറനല്ലൂർ സ്വദേശി ജെയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ മകൻ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അശ്വിൻ ടിയാഗോ വിശദാംശങ്ങളുമായി. അശ്വിൻ, എന്താണ് വിശദീകരണം? നികേഷ്, ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ 58-കാരിയായ ജയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇവരുടെ വീട്ടിലെ ഹാളിൽ കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. സമീപവാസികളാണ് ഇവർ ഇങ്ങനെ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇവർ കട്ടിലിൽ മരിച്ച നിലയിൽ ആയിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിനിടെ തന്നെ ഇതിനെപ്പറ്റി കൂടുതലായി വിശദാംശങ്ങൾ അറിയുന്നതിനായി മകൻ ബിജുവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ നെഞ്ചിലേറ്റ ക്ഷതമാണ് ഈ വയോധികയുടെ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മകനും അതുപോലെ തന്നെ ജയയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ഭർത്താവ് 25 വർഷം മുമ്പ് മരിച്ചിരുന്നു. ഈ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ മകനും ഈ ജയയും തമ്മിൽ സ്ഥിരം വഴക്കുണ്ടായിരുന്നു വീട്ടിൽ. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഈ അമ്മയെ മകൻ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ മകൻ ഈ അമ്മയെ മർദ്ദിച്ചതാകാം ഈ മരണകാരണം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. ഈ നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മകൻ തന്നെയാണ് ഈ ഒരു കൃത്യം നടത്താൻ സാധ്യതയെന്നും പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ മകൻ ബിജു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനാണ് ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. നാട്ടുകാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ വഴക്കുകൾ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ മകൻ തന്നെയാകാം ഈ ഒരു കുറ്റകൃത്യം നടത്തിയത് എന്നൊരു നിഗമനത്തിലാണ് പോലീസും ഇപ്പോഴുള്ളത്. നികേഷ്.